ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അഫർമേഷനെ കുറിച്ചാണ്. ഈ അഫർമേഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായൊരു ടൂളാണ്. ഈ മെഡിറ്റേഷനെ പോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ചെറുതുമാണ്, ഈസിയാണ് ഉപയോഗിക്കാൻ. മാനസികമായും നമ്മുടെ ബോഡിയിലും ഇമോഷണലായിട്ടൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ അഫർമേഷനെ കൊണ്ട് സാധിക്കും. അഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മളൊരു നെഗറ്റീവ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നല്ല ടെൻഷനുള്ള സമയത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ മൂഡ് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. ഈ ധൈര്യമില്ല എന്ന് പറയുന്ന സമയത്ത് അഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ധൈര്യം വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ അഫർമേഷൻ പറയുന്ന സമയത്ത് ഒരുപാട് ചേഞ്ച് നമുക്കുണ്ടാവും. നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യും. നമുക്കെന്തെങ്കിലും ഇപ്പം നല്ല ഒരു കോൺഫിഡൻ്റ് ഇല്ല, അപ്പം ഐ ആം എ കോൺഫിഡൻറ്റ്, ഞാൻ നല്ല കോൺഫിഡൻ്റ് ഉള്ളൊരു വ്യക്തി ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അഫർമേഷൻ നിങ്ങൾ ഉപയോഗിക്കണം. ലോ അട്രാക്ഷൻ്റെ കൂടെ നിങ്ങൾക്ക് അഫർമേഷൻ തരുന്നതാണ്, ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാ ഏരിയയിലും ഉപയോഗിക്കുക. ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ് എല്ലാ ഏരിയയിലും അഫർമേഷൻ ഉപയോഗിക്കണം. അത് നിങ്ങൾക്ക് തരും ഇതിൻ്റെ കൂടെ തന്നെ. ഓക്കെ, ഈ അഫർമേഷൻ എപ്പോഴും ഡിക്ലറേഷനാണ് ആയിരിക്കണം. ഓക്കെ, സെൽഫ് ടോക്കുമാണ്. ഡിക്ലറേഷനുമാണ്, സെൽഫ് ടോക്കുമാണ്. അതേപോലെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഞാനത് ആയിക്കൊണ്ടിരിക്കുന്നു, അതാണ് അഫർമേഷൻ. അതുപോലെ അഫർമേഷൻ വളരെ ഷോർട്ടാണ്, സിമ്പിളാണ്. പ്രസൻറ്റ് ടെൻസിലായിരിക്കണം അത് പറയേണ്ടത്. രത്നങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നത് പോലെ അത് എഴുതി വെക്കണം. ദീസ് ടു ഷാൾ പാസ്റ്റ്, അതായത് ഈ സമയവും കടന്നു പോകും എന്ന് പറയുന്ന ഒരു അഫർമേഷൻ ഭയങ്കര പവർഫുള്ളാണ്. അതൊന്ന് എഴുതി വെക്കുക. ദീസ് ടു ഷാൾ പാസ്, ഈ സമയവും കടന്നു പോകും. നമുക്ക് ഒരുപാട് പ്രോബ്ലംസിനിടയ്ക്ക് ഈ ഒരു അഫർമേഷൻ പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ അതിൻ്റെതായ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ദീസ് ടു ഷാൾ പാസ്റ്റ്, ഈ സമയം കടന്നു പോകും. ഇനി അടുത്തത് അഫർമേഷൻ ഉറക്കെ വിളിച്ച് പറയുന്നതാണ് ഇൻകാൻഡിനേഷൻ എന്ന്. സൈക്കോ ന്യൂറോ ചേഞ്ചസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സൗണ്ടിൽ നമ്മൾ സൗണ്ട് പറയുമ്പോൾ ബയോ കെമിസ്ട്രി മാറ്റാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉറക്കെ വിളിച്ച് പറയാൻ ശ്രദ്ധിക്കുക. അഫർമേഷൻ എപ്പോഴും ഉറക്കെ വിളിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഉറക്കെ വിളിച്ച് പറഞ്ഞ അഫർമേഷൻ പറയുക. പതുക്കെയും പറയാം, പക്ഷേ ഉറക്കെ വിളിച്ച് പറയുമ്പോൾ പറഞ്ഞല്ലോ അത് അവിടെ ഒരു ബ്രെയിനിൽ അവിടെ അതിൻ്റേതായൊരു മാറ്റം സൃഷ്ടിക്കേണ്ടത്. സൈക്കോ ന്യൂറോ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വളരെ സിമ്പിളാണ്, ഷോർട്ടാണ്, പവർഫുള്ളാണ്. നിങ്ങളെ പുതിയൊരു ഡയറക്ഷനിലെത്തിക്കാൻ, പുതിയ ഡെസ്റ്റിനേഷനിലെത്തിക്കാൻ അഫർമേഷനെ കൊണ്ട് കഴിയുന്നതാണ്. ഓക്കെ, ക്രിയേറ്റ് എ ന്യൂ ഡയറക്ഷൻ, ക്രിയേറ്റ് എ ന്യൂ ഡെസ്റ്റിനേഷൻ. അതുകൊണ്ടാണ് അഫർമേഷൻ പറയണം, ലൈഫിൻ്റെ ഭാഗമാക്കണമെന്ന് പറയുന്നത്. ഓക്കെ, ടൂൾ ടു ചേഞ്ച് സെല്ലുലാർ മെമ്മറീസ്. നിങ്ങളുടെ സെല്ലുകളെ പോലും, അതായത് ക്യാൻസർ സെല്ലുകളെ പോലും, അത് ഇതിലുള്ള മെമ്മറിയെ പോലും മാറ്റാൻ അഫർമേഷനെ കൊണ്ട് സാധിക്കും. ഓക്കെ, ഈ അഫർമേഷൻ ഉപയോഗിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് പ്രയറിന് എടുത്ത് ഉപയോഗിക്കാം. പ്രയർ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം അഫർമേഷൻ. മെഡിറ്റേഷൻ ചെയ്യുന്നതിനിടയ്ക്ക് ഉപയോഗിക്കാം, പ്രയറിൻ്റെ ഇടയ്ക്ക് ഉപയോഗിക്കാം. അതുപോലെ പാട്ട് പാടുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുക, റെക്കോർഡ് ചെയ്ത് ലിസൺ ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കാം. ഇങ്ങനെയൊക്കെ അഫർമേഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അഫർമേഷൻ ഉപയോഗിക്കാം, പ്രയർ ചെയ്യുമ്പോൾ സമയത്ത് നമുക്കത് ഉപയോഗിക്കാം, ശക്തി കൂടും. ഓക്കെ, പാട്ട് പാടുമ്പോഴൊക്കെ അതുപോലെ എഴുതിക്കൊണ്ടിരിക്കുക, നമുക്കിത് റെക്കോർഡ് ചെയ്തും ലിസൺ ചെയ്തൊക്കെ നമുക്കിത് കേൾക്കാം, എഴുതാം, അഫർമേഷൻ എഴുതിയിട്ട് നമുക്കത് പറയാം. ഓക്കെ, ഇനി ഈ ഒരു അഫർമേഷൻ വിത്ത് എവരി ബ്രീത്ത് ഐ ടേക്ക് ഐ ആം സെൻഡിങ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഹീലിംഗ് ടു മൈ മൈൻഡ് ആൻഡ് ബോഡി. അസുഖങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഈ അഫർമേഷൻ എഴുതി വെക്കുക. എല്ലാവരും ഈ നോട്ടിൽ ഈ അഫർമേഷൻ എഴുതി വെക്കുക. ഓക്കെ, വിത്ത് എവരി ബ്രീത്ത് ഐ ടേക്ക് ഐ ആം സെൻഡിങ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഹീലിംഗ് ടു മൈ മൈൻഡ് ആൻഡ് ബോഡി. ഏത് പ്രോബ്ലം വരികയാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്കിപ്പം ലങ്സിനാണ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ മാറ്റി കൊടുക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് വിത്ത് എവരി ബ്രീത്ത് ഐ ടേക്ക് ഐ ആം സെൻഡിങ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഹീലിംഗ് ടു മൈ ലങ്സ് ആൻഡ് ബോഡി എന്ന് ചേർക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്രസിനാണ് പ്രോബ്ലം എങ്കിൽ വിത്ത് എവരി ബ്രീത്ത് ഐ ടേക്ക് ഐ ആം സെൻഡിങ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഹീലിംഗ് ടു മൈ യൂട്രസ് ആൻഡ് ബോഡി. ഓക്കെ, ആ മൈൻഡുള്ള ഭാഗത്ത് ഓരോന്ന്. ഹെർട്ടിനാണ് പ്രോബ്ലം എങ്കിൽ വിത്ത് എവരി ബ്രീത്ത് ഐ ടേക്ക് ഐ ആം സെൻഡിങ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഹീലിംഗ് ടു മൈ ഹെർട്ട് ആൻഡ് ബോഡി. ഇത് എഴുതി വെക്കുക, എല്ലാവരും എഴുതി വെക്കുക നോട്ടിൽ. എന്നിട്ടിത് വിടുക, നല്ല ചേഞ്ച് വരും. ഇത് ഒരു വ്യക്തി ചെയ്തിട്ട് അവർക്ക് ഹീലായതാണ്.
ഓക്കെ, ഹീലായിട്ട് വലിയൊരു അസുഖം ക്യാൻസറിൻ്റെ അത് വന്നിട്ട് ചെറിയൊരു മാറ്റം, നല്ലൊരു മാറ്റം അവർക്ക് വന്നിട്ട് അവർ ഡിക്ലെയർ ചെയ്ത സംഭവമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് എഴുതിയെടുക്കുക, എന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. വിത്ത് എവരി ബ്രീത്ത് ഐ എം സെൻഡിങ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഹീലിംഗ് ടു മൈ. ആ മൈൻഡിൽ നിന്നുള്ളടത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. നോസാണോ, ത്രോട്ടാണോ, ഐസാണോ, എവിടെയാണ് പ്രോബ്ലം ആൻഡ് ബോഡി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എഴുതിയെടുക്കുക എല്ലാവരും. പവർഫുൾ അഫർമേഷനാണിത്. മുട്ടുവേദന ഉണ്ടെങ്കിലും ഹീല്, നീസിന് അവിടെ എവിടെ നമുക്ക് വേദന അത് ഹീലാവണോ, നിങ്ങൾക്ക് ശ്വാസതടസ്സം ഉണ്ടോ അത് ഹീലാവണോ, അതിനൊക്കെ ഉപയോഗിക്കാം ഈ ഒരു അഫർമേഷൻ. അതേപോലെ വേദമന്ത്രങ്ങൾ, ഇതെല്ലാം അഫർമേഷൻസാണ്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും അല്ലേ, ഗായത്രി മന്ത്രം. ശരിക്കും ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് അഫർമേഷനാണ്. കാരണം ഇത് ഒരു ദൈവത്തെ അല്ല പറയുന്നത്. ഇന്ന് ഹിന്ദു ദൈവം എന്നൊന്നുമില്ല കേട്ടോ, ഇതിൽ എല്ലാ ദൈവങ്ങളും ഉണ്ട്. അതായത് പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവമേ എന്നാണ് ഓം ഭൂർഭുവസ്വഃ ഇതിൻ്റെ അർത്ഥം. ഇത് എല്ലാ സഹോദരന്മാരും ഇത് ഉപയോഗിക്കും. അതായത് ഹിന്ദു ആയാലും മുസ്ലിംസ് ആയാലും ക്രിസ്ത്യനായാലും എല്ലാവരും ഈ ഒരു മന്ത്രം ഉപയോഗിക്കും. കാരണം ഇതിൽ പറയുന്നത് ഒരു ഒറ്റ ഏകദൈവത്തെ പറയുന്നത്. പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവമേ നിങ്ങൾ, അതായത് ഇപ്പോൾ ദൈവത്തിൻ്റെ പേര് നമ്മളിവിടെ പറയുന്നില്ല, ദൈവമേ എന്ന് നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ പേര് പറയാതെ എൻ്റെ ഉള്ളിലേക്ക് അറിവാകുന്ന പ്രകാശം തന്ന് പ്രചോദനം നൽകി എന്നെ നേരായ വഴിക്ക് നടത്തണമേ എന്നാണ് ഈ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പവർഫുള്ളാണ് എന്നാണ് പറയുന്നത്. പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം ഏകദൈവം, അത് ഏത് ദൈവം ആയിക്കോട്ടെ. ഓക്കെ, എൻ്റെ ഉള്ളിലേക്ക് അറിവാകുന്ന പ്രകാശം തന്ന് പ്രചോദനം നൽകി എന്നെ നേരായ വഴിക്ക് നടത്തണമേ. ഇത് ഭയങ്കര പവർഫുള്ളായൊരു അഫർമേഷനാണ്, നിങ്ങൾക്കിത് ഉപയോഗിക്കാം. മൻട്ര, അതായത് മൻട്ര, ഈ ശബ്ദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മൈൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ്. മൈൻഡ് ഡെലിവേഴ്സ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായത് വിചാരിക്കുന്നു. ആ മന്ത്രം ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർ അത് ചൊല്ലുക കേട്ടോ. ഒരു പവർഫുള്ളായ അഫർമേഷനാണ്. ഇനി അടുത്തത് നമുക്ക് ഓട്ടോ സജഷനിലേക്ക് കിടക്കാം. എന്താണ് ഓട്ടോ സജഷൻ, എന്താണ് അഫർമേഷൻസ്? ഓട്ടോ സജഷനും അഫർമേഷനും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. എല്ലാ അഫർമേഷനും ഓട്ടോ സജഷനാണ്, എന്നാൽ എല്ലാ ഓട്ടോ സജഷനും അഫർമേഷൻ അല്ല. ഓട്ടോ സജഷൻ എന്നാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ മനസ്സിന് ആവശ്യമായ ഭക്ഷണം കൊടുത്തുകൊണ്ട് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് അതായത് മനസ്സിലേക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസിന് സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഓട്ടോ സജഷൻ. ഈ ഓട്ടോ സജഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനായിട്ട് ഉപയോഗിക്കും. ഈ ഉദാഹരണത്തിന് ഞാൻ പറയാം. രാത്രി 10 മണിക്ക് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപായിട്ട് ഏഷ്യാനെറ്റിൽ ഒരു കുറ്റാന്വേഷണ കഥ കാണാനിടയായി. നിങ്ങളതെല്ലാം കണ്ട് മനസ്സിലേക്ക് നന്ന ആഴത്തിലേക്ക് അങ്ങ് പോയി. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായിട്ട് അത് കോൺട്രാഡിക്ഷൻ ചെയ്യും. അപ്പോൾ അവിടെ അത് നടക്കാനുള്ള സാധ്യത കുറയും, അതല്ല സമയമെടുക്കും. കോൺട്രാഡിക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മൈൻഡാണെല്ലാം. ഓക്കെ, നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അതിനുവേണ്ടി നിങ്ങൾ അഫർമേഷൻ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക, അതിനുള്ള വഴികളൊക്കെ തേടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ സമ്പന്നനായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസരത്തിൽ ഒരു ദരിദ്രനായ ഒരു വ്യക്തിക്ക് നിങ്ങൾ എന്ത് ചെയ്യും, സഹായങ്ങൾ നിങ്ങൾ അയച്ചു കൊടുക്കും, ചെയ്തു കൊടുക്കും. അത് ഈ നമ്മൾ പറയുന്ന അഫർമേഷന് മാച്ചാണ്. പക്ഷെ കുഴപ്പമില്ല, കാരണം അവർക്ക് സഹായം കൊടുക്കുന്നുണ്ട്. അവർ നേരിട്ട് അവരുടെ അടുത്ത് പോകുന്നില്ല, അവർക്ക് അയച്ചു കൊടുക്കുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ നേരിട്ട് ചെന്ന് അവരുടെ കൂടെ 2 ദിവസം താമസിച്ച് അവരുടെ വിഷമങ്ങളെല്ലാം നമ്മളങ്ങനെ ഉള്ളിലേക്കെടുത്ത് എന്നിട്ട് അവരെ സഹായിക്കുകയാണ് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അവിടെ ഒരു കോൺട്രാഡിക്ഷൻ വരും. കാരണം നിങ്ങളുടെ മൈൻഡ് അവിടെ സ്റ്റക്കാവും. അപ്പോൾ മനസ്സിൽ നമ്മൾ അഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് അവിടെ നടക്കാനുള്ള ചാൻസ് കുറഞ്ഞു വരും. അതുകൊണ്ടാണ് നമ്മൾ വേദനാജനകമായ കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ വിട്ടു നിൽക്കണം. ആരുടെയെങ്കിലും വിഷമമൊക്കെ നിങ്ങളിങ്ങനെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ അഫർമേഷൻ പറയുമ്പോൾ ഈ ഉള്ളിൽ ഈ സങ്കടത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും, നിങ്ങൾ അറിയില്ല അത്. അപ്പോൾ അവിടെ ഒരു കോൺട്രാഡിക്ഷൻ വരികയും അത് നടക്കാനുള്ള ചാൻസ് കുറഞ്ഞു വരികയും താമസം വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു ചേഞ്ചും വരുന്നില്ലെങ്കിൽ ഇതൊക്കെയാണ് കാരണം. അതാണ് ഓട്ടോ സജഷനും അഫർമേഷനും രണ്ടും കൃത്യമായിരുന്നാൽ മാത്രമാണ് നമുക്ക് അതവിടെ റിയാലിറ്റിയിലേക്ക് വരിക. ഓട്ടോ സജഷൻ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ നൽകുന്നത്, അതും അഫർമേഷൻ പറയുന്നത് മാച്ചാകണം. ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, മാച്ചാകണം.
മാച്ച് ആകാത്ത കാര്യം ഇന്ദ്രിയങ്ങളിലൂടെ കൊടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, ഇന്ദ്രിയങ്ങളിൽ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് സന്തോഷം ഉളവാക്കുന്ന കാര്യങ്ങളായിരിക്കണം. അതുപോലെ നമ്മൾ അഫർമേഷനും പറയണം. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. സമ്പന്നനായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടുതൽ സമ്പത്ത് ആർജിച്ച വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുക, അതിലേക്ക് മനസ്സ് കൊണ്ടുപോവുക, അതിൽ തന്നെ യാത്ര ചെയ്യുക. നിങ്ങൾക്കൊരു ജോലിയാണ് വേണ്ടതെങ്കിൽ ജോലിയെ പറ്റി കാണുക. ടി വി കാണുമ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴും ആ ജോലി ചെയ്ത ആൾക്കാർ അവർക്ക് ശമ്പളം വാങ്ങുന്നതൊക്കെ അവരെ സന്തോഷം അതൊന്നും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പം നമ്മൾ ഇന്ദ്രിയങ്ങളിലും അത് വലിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ രണ്ടും സെയിം ആയാൽ മാത്രമാണ് അവിടെ സക്സസ് ഉണ്ടാകുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ നല്ല ഹെൽത്തി ആയിരിക്കുക, ഓട്ടോ സജഷൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ നിങ്ങൾ നിരന്തരം പോവുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെയുള്ള വിഷമതകളൊക്കെ വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് എടുക്കും. നമ്മളിവിടെ ഹെൽത്തി ആവാൻ വേണ്ടി അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അവിടെ കോൺട്രഡിക്ഷൻ വരികയും നടക്കാൻ ചാൻസ് കുറയുകയും ചെയ്യും. ഇതാണ് വ്യത്യാസം. അപ്പം ഈ ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ കോൺട്രഡിക്ഷൻ വരാതെ നമുക്ക് അനുകൂലമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്താണോ കാണുന്നത്, കേൾക്കുന്നത്, ടച്ച് ചെയ്യുന്നത്, സ്മെല്ല് ചെയ്യുന്നത്, അതും കൂടെ നമ്മളെ മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കണം. അതാണ് ഓട്ടോ സജഷൻ. അപ്പം അഫർമേഷനും ഓട്ടോ സജഷനും സെയിം ആയി വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കാര്യങ്ങൾ ഈസി ആയിട്ട് നേടാൻ കഴിയും. ഇനി ഈ ഓട്ടോ സജഷൻ്റെ പിതാവ് എന്ന് പറയുന്നത് എമിലി ക്രൂ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ഓട്ടോ സജഷൻ. അദ്ദേഹത്തിനെ പറ്റി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ എല്ലാവരും അഫർമേഷൻ പറയുന്ന സമയത്ത് എന്താണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ പല ക്രൈം ന്യൂസുകൾ, വേദനാജനകമായ വാർത്തകൾ അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു കോൺട്രഡിക്ഷൻ വരും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളെപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളെ ലക്ഷ്യം നേടണം. യെസ്, ഐ വാണ്ട്, എനിക്കത് ആവശ്യമാണ്, എൻ്റെ ലൈഫിൽ അത് വേണം, എനിക്ക് സമ്പന്നനാകണം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു വീടുണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു കാറ് വാങ്ങിക്കണം, അല്ലെങ്കിൽ നല്ലൊരു ജോലി വേണം. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യത്തെ മനസ്സിൽ കൊണ്ടുവന്ന് അത് നേടാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അല്ലാതെ നമ്മളിങ്ങനെ ഇപ്പോൾ രാത്രി ഉറങ്ങാൻ പോകുന്നത് തൊട്ട് മുമ്പ് ഒരിക്കലും അങ്ങനത്തെ ന്യൂസുകളോ ഒന്നും കാണരുത്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. നമ്മൾ അഫർമേഷൻ പറയുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മുടെ മൈൻഡിനെ നമ്മൾ നല്ലൊരു ലെവലിലേക്ക് എത്തിക്കുക. ഓക്കെ, മൈൻഡ് റീപ്രോഗ്രാമിങ്. ഈ റീപ്രോഗ്രാമിങ് ഫെയിൽസ് ആകുന്നത് എപ്പോഴൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇംപേഷ്യൻ്റ് ആകുമ്പോൾ, പിന്നെ അതുപോലെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രസ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ, നെഗറ്റീവ് ഇമോഷൻസ് വരുമ്പോൾ. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് എന്താണ് റീപ്രോഗ്രാമിങ് ഫെയിൽസ് ആവുക. അടുത്തത് സയൻറ്റിഫിക് പ്രെയർ. നമ്മൾ മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്യുന്നുള്ള മറ്റൊരു മെത്തേഡാണ് സയൻറ്റിഫിക് പ്രെയർ. നമ്മുടെ ബോധം ഈശ്വരൻ്റെ തലത്തിലേക്ക് ഉയർത്തുക. ഇതാണ് സയൻറ്റിഫിക് പ്രെയർ. പ്രെയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോധത്തെ ഈശ്വരനോട് ഉയർത്തുക എന്നതാണ് പ്രെയർ. ഈ പിക്ചർ നോക്കൂ. നമ്മൾ പ്രെയറിൻ്റെ സമയത്ത് ഒരിക്കലും ബെഗ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് നോട്ട് ബെഗ്ഗിങ്. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ ആയിരിക്കണം പ്രാർത്ഥന. നിങ്ങൾ ഈശ്വരനും കൂടെ നിങ്ങൾ രണ്ടുപേരും കൂടെ സൃഷ്ടിക്കുന്നതായിരിക്കണം പ്രാർത്ഥന. ഖുർആനിൽ പറയുന്നുണ്ട് നമ്മുടെ ഉള്ളിലുള്ളത് മാറ്റിയാലേ അല്ലാഹു ചെയ്യുകയുള്ളൂ, നല്ലത് ചെയ്യുകയുള്ളൂ എന്ന്. ഇത് നമ്മുടെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. വിഷമം, വെറുപ്പ്, വിദ്വേഷം, ഭയം, ഇതൊക്കെ നമ്മൾ തുടച്ച് മാറ്റിയാലേ അള്ളാഹുവിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലേ. ക്രിയേഷനാണ്. അതായത് നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യുക, ഈശ്വരൻ ചെയ്യാനുള്ളത് ഈശ്വരൻ ചെയ്യും. അതാണ് സയൻറ്റിഫിക് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുക എന്ന അർത്ഥമില്ല. നമ്മുടെ ബോധം ഈശ്വരനോട് ഉയർത്തുക. ഒരിക്കലും യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത്. എല്ലാം ദൈവം എനിക്ക് തന്നു കഴിഞ്ഞു, ഓൾറെഡി എനിക്ക് ദൈവം എല്ലാം തന്നു കഴിഞ്ഞു എന്നുള്ള മട്ടിൽ വേണം പ്രാർത്ഥിക്കാൻ. എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്യുന്നൊരു മെത്തേഡാണ് സയൻറ്റിഫിക് പ്രെയർ. ഈശ്വരൻ്റെ തലത്തിലേക്ക് ഉയരുക. ഓക്കെ, അപ്പോൾ യാചിക്കരുത്. പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് ഒരിക്കലും യാചിച്ച് പ്രാർത്ഥിക്കരുത്. എല്ലാം ലഭിച്ചു എന്ന രീതിയിൽ പ്രാർത്ഥിക്കുക. ഉദാഹരണത്തിന് അറ്റ്ലാന്റിക് ഓഷ്യനോട് ഒരു തുള്ളി വെള്ളം വന്നു ചേരുന്നത് പോലെ ഈ വെള്ളം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ഒരു പാർട്ടാണ്. നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു. ഈ തയ്യാറെടുപ്പ് പൂർണ്ണമാകുമ്പോൾ ഈശ്വരൻ്റെ ഹെൽപ്പ് ഉണ്ടാകും.
ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക, വിശ്വാസത്തോടുകൂടെ ചോദിക്കുക. അതേപോലെ റിസീവ് ചെയ്യുമ്പോൾ, നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ കൃതജ്ഞതയോടെ അത് ഓർക്കുകയും ചെയ്യുക. ഇങ്ങനെയായിരിക്കണം സയൻറ്റിഫിക് പ്രയർ. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? എല്ലാത്തിനും വിശ്വാസമാണ്. പ്രാർത്ഥനയിലും നമുക്ക് വിശ്വാസം വേണം അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, ഈശ്വരൻ ചെയ്യേണ്ടത് ഈശ്വരൻ ചെയ്യും. താൻ പാതി ദൈവം പാതി എന്നുള്ള മട്ടിലായിരിക്കും പ്രാർത്ഥന വരേണ്ടത്. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം വരും. അത് നമ്മുടെ മനസ്സിനെ പോലും തകർത്ത് കളയും. ദൈവം പോലും എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, ഞാൻ എത്ര പ്രാർത്ഥിച്ചു, എന്നിട്ട് ദൈവം അല്ലാഹു അല്ലെങ്കിൽ ഈശ്വരൻ കൃഷ്ണൻ അല്ലെങ്കിൽ യേശു എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അത് ശരിയുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അടുത്തത് ഡിസ്അസോസിയേഷൻ ഓഫ് പാസ്റ്റ്. ലെറ്റ് ഗോ ഓഫ് ദ പാസ്റ്റ്. അതായത് നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന പഴയകാല ഓർമ്മകളുണ്ടാവും. ഓക്കെ, പല പ്രാവശ്യം പരാജയപ്പെട്ട ഓർമ്മകൾ മനസ്സിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ടൊരു നേട്ടം ഉണ്ടാകില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ പാസ്റ്റിനെ പൂർണ്ണമായി മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. മൈൻഡ് നമ്മളെ ഓർമ്മിപ്പിക്കും, എന്നാലും ചില സമയത്തൊക്കെ നമുക്ക് ആ ഓർമ്മകൾ ഇങ്ങനെ വരും. പക്ഷേ ആ ഓർമ്മ നിങ്ങൾ എടുത്ത് കളയണം. ചിലപ്പോൾ നിങ്ങളെ ഭർത്താവ് ദ്രോഹിച്ചതായിരിക്കാം, മാതാപിതാക്കൾ ഉപദ്രവിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പൂർവ്വകാല ഫ്രണ്ട്സ് ഉപദ്രവിച്ചതായിരിക്കാം. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉയരാൻ സാധിക്കില്ല. ഇഫ് യു ഹോൾഡ് പർട്ടിക്കുലർ തോട്ട്, ലെറ്റ് ഗോ ഓഫ് ദ പാസ്റ്റ്. നിങ്ങൾക്ക് ഈ ചിന്ത വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായി ഒഴിവാക്കുക. ക്യാൻസൽ എന്ന് ഒരുപാട് തവണ പറയുക, അതങ്ങ് പൊയ്ക്കോളും. ഫോർഗീവ്നെസ് കൊടുക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അവിടെ ട്രിഗർ വന്ന് ഡിസോസിയേഷൻ ആവും. നമ്മുടെ മൈൻഡ് ആകെ അവിടെ നിന്ന് നമ്മൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് നിരാശ വരും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് അഫർമേഷനൊക്കെ പറയുകയാണ്, എന്ത് കാര്യങ്ങൾ ചെയ്യാനും ഒരു വാല്യൂ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ടെൻഷൻ വരുന്നത്, നമ്മുടെ ഇമോഷനെ ബാധിക്കും. അതുകൊണ്ടാണ് പാസ്റ്റിനെ നിങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണം. ചിന്ത വരുമ്പോൾ ക്യാൻസൽ ഒരുപാട് തവണ പറയാം. അപ്പോൾ നമുക്ക് ചില വ്യക്തികളെ നമുക്ക് ഒഴിവാക്കി നിർത്തേണ്ടതായി വരും. കാരണം ഇപ്പോൾ നമ്മളെ മദറിൻലോ നമ്മളെ ഒരു വിലയും കൽപ്പിക്കുന്നില്ല വിചാരിക്കുക. അവരുടെ ബ്ലൂ പ്രിൻ്റ് അങ്ങനെയാണ്. അതായത് അവർ നമ്മെ അംഗീകരിക്കുന്നില്ല. പൈസയുടെ വിലയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അംഗീകരിക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്കൊരു വിലയും അവർ തരുന്നില്ല, നമ്മെ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് എന്താണ് നെഗറ്റീവ് ഇമോഷൻ നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മെ ബാധിക്കാതിരിക്കാൻ ക്യാൻസൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അവരെന്ത് പറഞ്ഞാലും ചെയ്താലും ക്യാൻസൽ. അതായത് നമ്മെ ഇങ്ങനെ മാനസികമായിട്ട് പറയുന്ന സമയത്തൊക്കെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കാതെ ക്യാൻസൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് അംഗീകാരം ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കരുത്. അതാണ് ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് മാറാൻ പറ്റുകയാണെങ്കിൽ മാറാം. ഇനിയിപ്പോൾ മാറാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡിസസോസിയേറ്റ് ചെയ്യുക. ഓക്കെ, അവിടെ നിന്ന് ഡിസസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടേതായ ലെവലിൽ നമ്മൾ ജീവിക്കുക. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വീട്ടിൽ ഇങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ മാനസികമായി വേദനിപ്പിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അവരുടെ ശരിയാണ്, അത് അവർക്ക് അത്രയേ ഉള്ളൂ, അവരുടെ രോഗം ചെറുതാണ് എന്ന് അത് പറഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് ഡിസസോസിയേറ്റ് ചെയ്ത് നമ്മളെ ഹാപ്പിനെസ് നിലനിർത്തുക എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചേർത്ത് പിടിക്കുന്നവരെ നിങ്ങൾ കൂട്ടുകാരാക്കി എടുത്താൽ മതി. നിങ്ങൾ പരിഹസിക്കുന്നവരാരെയും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, പരിഹസിക്കുന്നവരൊക്കെ നമ്മൾ ഒഴിവാക്കുക. എന്തിനാ അതിൻ്റെ ആവശ്യം നമുക്കില്ല അല്ലേ? നെഗറ്റീവ് സാഹചര്യങ്ങളിൽ നമ്മൾ കഴിയുന്നത് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഫാക്ടേഴ്സ് ഡിസ്കണക്ട് ചെയ്യുക. നല്ല ഫ്രണ്ട്സിനെ നമുക്ക് കൂട്ടുകൂടാം. നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് നമ്മൾ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഡിസ്അസോസിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ക്ലൈംബിങ് ഫോർവേഡ്. അതായത് കഴിഞ്ഞത് മറന്നു പോകരുത് കേട്ടോ എന്ന് പലരും നമ്മോട് പറയാറുണ്ട്. എന്തിനാണ് നമ്മളത് എപ്പോഴും ഓർക്കുന്നത്? അതായത് നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. കടന്നു പോകുന്ന സമയത്ത് ചിലപ്പോൾ പഴയ കാലത്ത് നമ്മൾ അത്രയും വിഷമത്തിലൂടെ കടന്നു പോയി പലരും നമ്മെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ പറയും, കഴിഞ്ഞ ഒന്നും നീ മറക്കരുത്, പുറകോട്ട് നോക്കി. അപ്പം ഈ ചിത്രം നോക്കൂ, ഒരു വ്യക്തി ക്ലൈംബ് ചെയ്ത് പോവുകയാണ്. പുറകോട്ട് നോക്കിയാൽ എന്താ സംഭവിക്കുക? ക്ലൈംബ് ചെയ്യാൻ പറ്റില്ല, അവിടെ തടസ്സം വരും. അതുപോലെ
നമ്മളുടെ യാത്രയ്ക്ക് തടസ്സം വരും. അതായത് ഇപ്പോൾ ഒരു വ്യക്തി പറയാണ് ഇന്നലകളോ പഴയതൊന്നും നീ മറന്നു പോകരുത്, ഇന്നലത്തെ കാര്യങ്ങളൊന്നും നീ മറക്കാൻ പാടില്ല, നീ വന്ന വഴി മറക്കരുത്. പക്ഷേ നമുക്ക് ഉള്ളിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ മതി, അവരോട് നമുക്ക് നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിലുണ്ടായാൽ മതി. അതിങ്ങനെ ഓർത്ത് നമ്മളെപ്പോഴും അതിലിങ്ങനെ വീണുപോയി സങ്കടപ്പെടരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ അതായത് നിങ്ങളുടെ അച്ഛൻ ചിലപ്പോൾ ഒരുപാട് കഷ്ടതയൊക്കെ അനുഭവിച്ചിട്ടായിരിക്കും ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ കാലം ഇത് നമ്മളങ്ങനെ ഓർത്തുകൊണ്ടിരുന്നാൽ നമുക്ക് എന്താവും, അത് വേദനയാണ് ഉണ്ടാവുക. പക്ഷേ നമുക്ക് ആ കാലങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് വേണം, ഗ്രാറ്റിറ്റ്യൂഡ് വേണം, ഉള്ളിൽ നന്ദി ഉണ്ടായാൽ മതി. ഇപ്പോൾ ആരെന്തൊക്കെ നമുക്ക് ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിലും അവരോട് നമുക്ക് എന്തുണ്ടാകണം, നിറഞ്ഞ നന്ദി, നല്ല നന്ദി നമുക്കുണ്ടായിരിക്കണം. എപ്പോഴും അവർ ചെയ്തു തന്നല്ലോ, എപ്പോഴും അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കരുതെന്നാണ് പറയുന്നത്. നന്ദി ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ. ഇന്നലത്തെ ഓർമ്മകളൊന്ന് സൂക്ഷിച്ച് മനസ്സിൽ കൊണ്ട് നടന്ന് നമ്മൾ കുറേ അങ്ങനെ വിഷമത്തിലൂടെ ഞാൻ പോയിരുന്നു എന്നിങ്ങനെ ഏത് നേരം അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ സാരം. നാരായണത്ത് ഭ്രാന്തൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കല്ല് മലമുകളിലേക്ക് ഉരുട്ടി കൊണ്ടുപോകും, എന്നിട്ട് താഴേക്ക് ഇടും, പിന്നെയും കല്ല് ഉരുട്ടി കൊണ്ടുപോകും, പിന്നെയും താഴേക്ക് ഇടും. അതുപോലെ ഗ്രീക്ക് കഥാപാത്രമായ ഒരു വ്യക്തിയാണ് സിസിഫസ്. ഗ്രീക്ക് കഥാപാത്രമാണ് ഇദ്ദേഹം. ഇതേപോലെ കല്ല് മുകളിലേക്ക് ഉരുട്ടി കൊണ്ടുപോയി താഴേക്കിടും, മുകളിൽ ഉരുട്ടിക്കൊണ്ടുപോയി വീണ്ടും താഴേക്കിടും. ഇതിലൊരു വിസ്ഡം ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഈ കഴിഞ്ഞ കാല വേദനകളും സംഭവങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം, എന്നിട്ട് പുതിയത് സൃഷ്ടിക്കണം എന്നാണ് ഇതിലൊരു വിസ്ഡം ഒളിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ പിക്ചർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ വിഷ്വലൈസേഷനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോവുകയാണ്, അപ്പോൾ മൈൻഡ് അതെടുക്കില്ല. ബാംഗ്ലൂർ പോയി, അതും മൈൻഡ് എടുക്കില്ല. ഞാൻ ബാംഗ്ലൂരിൽ പോയിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെയാണ് നമ്മൾ അഫർമേഷൻ പറയേണ്ടത്. ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഞാൻ ബാംഗ്ലൂരിൽ എല്ലാത്തിനും കൊണ്ടിരിക്കുന്നു, എനിക്കത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ കാറ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു, എന്നിലേക്ക് കാറ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു കാറാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കാർ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ആ ജോലി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ വേണം നമ്മൾ അഫർമേഷൻ പറയാനായിട്ട്. അല്ല എനിക്കത് കിട്ടിയെന്ന് പറയുമ്പോൾ മനസ്സ് പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇപ്പോൾ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് സമ്പത്ത് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരുപാട് പേരെ സഹായിക്കാം, ഒരുപാട് പേർക്ക് സ്കൂൾ വെച്ച് കൊടുക്കാം, ഒരുപാട് ഭക്ഷണം, അതായത് അന്നദാനം ചെയ്യാം, പിന്നെ അതേപോലെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക. അപ്പോൾ രോഗികളായവർക്ക് ഫ്രീ ആയിട്ട് ചികിത്സ ഹോസ്പിറ്റലൊക്കെ വെച്ച് കൊടുക്കാം സമ്പന്നനായി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ആ ഒരു രൂപം നിങ്ങൾ കൊണ്ടുവരണം. ഫ്രീ ആയി സ്കൂൾ വെച്ച് നിങ്ങൾ കൊടുക്കുന്നതായിട്ടും അനേകർക്ക് അന്നദാനം ചെയ്യുന്നതായിട്ടും ഹോസ്പിറ്റൽ ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ മനസ്സിൽ ആ രൂപം കൊണ്ടുവന്ന് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. നിങ്ങൾ മനസ്സിൽ കാണണം, അത് പൂർത്തിയാക്കിയതായിട്ട് ഫീൽ ചെയ്യണം മനസ്സിനകത്ത്. ഇങ്ങനെയാണ് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പം ഉള്ളിൽ കൊണ്ടുവരേണ്ട സംഭവമാണ് വിഷ്വലൈസേഷൻ. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അപ്പം ഒരു വീടാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കണം, ആ കാറ് വാങ്ങിക്കുന്നതായിട്ടും നമ്മൾ മനസ്സിനകത്തേക്ക് കൊണ്ടുവന്ന് ആ കാറിൽ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതും പല സ്ഥലങ്ങൾ കാണുന്നതൊക്കെ നമ്മൾ ഫീൽ ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. അതേപോലെ നമുക്ക് ജോലിയാണ് വേണ്ടതെങ്കിൽ ആ ജോലിയിൽ കയറി ഇരിക്കുന്നതായിട്ടും ജോലി ചെയ്യുന്നതായിട്ടും ശമ്പളം വാങ്ങുന്നതായിട്ടും ഒക്കെ ഫീൽ ചെയ്തുകൊണ്ട് മനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ് വിഷ്വലൈസേഷൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതുവഴി നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. നമ്മുടെ ഫിയർ, നമുക്ക് പേടിയൊക്കെ കുറയ്ക്കാൻ കഴിയും. നമ്മുടെ ഫോബിയ പോലും മാറ്റാൻ സാധിക്കുമെന്നാണ്. വിഷ്വലൈസേഷനെ കൊണ്ടുള്ള ഉപകാരങ്ങളാണ് ഇതൊക്കെ. കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാം, നമ്മുടെ പേടി മാറ്റാൻ പറ്റും. എങ്ങനെ ഫോബിയ മാറ്റാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അതായത് ഒരു മനുഷ്യന് പാമ്പിന് പേടിയാണെന്ന് വിചാരിക്കുക. പാമ്പിനെ അതായത് പാമ്പിന് പടം പോലും കാണുന്ന സമയത്ത് അതിന് പേടി, അപ്പോൾ ഒരു ഫോബിയാണത്. പാമ്പ് ഇത് കേൾക്കുമ്പോൾ തന്നെ പേടിക്കുക, പാമ്പിൻ്റെ പടം കാണുമ്പോൾ അത്രയും പേടിയാണ് മനസ്സിലെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയൊരു വ്യക്തിക്ക് അതെങ്ങനെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരം വിഷ്വലൈസേഷൻ ചെയ്യുക. ഒരു ചെറിയൊരു മണ്ണിര പോലെ വലുപ്പമുള്ള ഒരു കോബ്രനെ അയാളുടെ കൈ കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ മനക്കണ്ണ് കൊണ്ടിട്ട് കാണുകയാണ്. ഓക്കെ, ഭയങ്കര സ്നേഹമാണ്. മണ്ണിര പോലെ ആകുമ്പോൾ ചെറുതല്ലേ അതിനോട്, അപ്പോൾ അതിൻ്റെ കൈവെള്ളയിൽ അതിങ്ങനെ വെച്ച് അതിനെ നമ്മളിങ്ങനെ എടുത്ത് കളിപ്പിച്ച് അതിന് മുട്ട കൊടുത്ത് പാല് കൊടുത്ത് അത് വലുതായിക്കൊണ്ടിരിക്കുക. അത് കുറച്ചുകൂടെ വലുപ്പം വെക്കും. പിന്നെ അതിനെ നമ്മളെന്ത് ചെയ്യും, നമ്മുടെ ബെഡിൽ പോലും അതിനെ കൊണ്ട് വെക്കാൻ പാകത്തിൽ അതിനെ കളിപ്പിക്കും. ചെറുതാണ്, പിന്നെയും അതിന് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ്
അതിനൊരു പേരൊക്കെ ഇട്ട് അതിന് ചിന്നു എന്നൊക്കെ ചിന്ന എന്നുള്ള പേരൊക്കെ ഇട്ട് നമ്മളതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ഭയങ്കര സ്നേഹമാണ് നമ്മളോട്, നമുക്കും അതിനോട് ഭയങ്കര സ്നേഹമാണ്. ചിന്നാവാ എന്ന് പറയുമ്പോൾ പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് നമ്മുടെ അടുത്ത് വരും. ചിന്നാ പോകുമെന്ന് പറയുമ്പോൾ അപ്പം തന്നെ അത് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ പിന്നെയും അതിനിങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്ത് അത് വലിയതായി കുറച്ചുകൂടെ വലിപ്പം വെച്ച് കുറച്ചുകൂടെ നീളം വെച്ച് അത് ഒരൊത്തൊരു പാമ്പായി മാറി. അപ്പോഴും നമുക്ക് പേടിയില്ല, കാരണം നമ്മുടെ മൈൻഡിൽ ഇത് കാണുകയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെടുത്ത് കളിപ്പിച്ച് നമ്മൾ ഇതേപോലെ നമ്മൾ കഴുത്ത് കൂടിയൊക്കെ അതിങ്ങനെ ഇഴയും, നോ പ്രോബ്ലം, നമുക്കൊരു പ്രശ്നവുമില്ല. പിന്നെ അതങ്ങ് വലുതാവുകയാണ്. വലുതായി വലിയൊരു കിങ് കോബ്രയായിട്ട് അത് മാറുകയാണ്. അപ്പോൾ ഇങ്ങനെ മാറുന്ന സമയത്ത് നമുക്ക് അതിനോട് ഒട്ടും പേടിയില്ല. കാരണം അതിനെ ചിന്ന എന്ന് വിളിക്കുമ്പോൾ അത് വന്നു, പൊയ്ക്കോടാ എന്ന് പറയുമ്പോഴത്തേക്കും 10 വിടർത്തി നിൽക്കുമ്പോൾ പോലും പൊക്കോ എന്ന് പറയുമ്പോഴത്തേക്കും അത് പോവുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ അതിനോടുള്ള പേടി ഇല്ലാതായി. ഓക്കെ, പതിയെ പേടി കുറഞ്ഞു വരും. പിന്നെ പാമ്പിനെ കാണുന്ന സമയത്തൊന്നും ആ പേടി ആ വ്യക്തിക്ക് ഉണ്ടായിട്ടില്ല. ഇതാണ് നമ്മൾ വിഷ്വലൈസേഷനെ കൊണ്ടുള്ള ഫോബിയ മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് ഇത് NLP ഉപയോഗിക്കുന്നൊരു ടെക്നിക്കാണ്. കാരണം നമ്മുടെ ന്യൂറോൺസിനെ ഡീസെൻട്രലൈസ് ചെയ്ത് നമുക്ക് ആ പേടി ഇല്ലാതാക്കുക. NLPയിലൊക്കെ ഉപയോഗിച്ച് തരുന്ന ടെക്നിക്കാണ് ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വിഷ്വലൈസേഷന് പവർ ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അതുപോലെ ആങ്സൈറ്റി ഒക്കെ മാറും വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ. എങ്ങനെ? നമുക്കിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിഷ്വലൈസേഷൻ ചെയ്യുക, വണ്ടി ഓടിക്കുന്നതായിട്ട് കാണുക, വണ്ടി താക്കോലിട്ട് സ്റ്റാർട്ടാക്കുന്നതും ഗിയർ അമർത്തി പിന്നെ പതുക്കെ നമ്മളെ സ്റ്റിയറിങ് തിരിച്ച് വണ്ടി ഓടിക്കുന്നതായിട്ടും കൊണ്ടുപോകുന്നതായിട്ടും ഡെയിലി കാണുക എന്ന് വിചാരിക്കുക. അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് വണ്ടി ഓടിക്കാനുള്ള ഈസിനെസ് കൂടും. പിന്നെ പേടി ഉണ്ടാവില്ല. താക്കോലിട്ട് തിരിച്ച് ആ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ നല്ല രീതിയിൽ മനസ്സിലങ്ങോട്ട് കൊണ്ടുവരിക. റോഡിലെത്തിക്കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ചീരിപ്പാഞ്ഞ് വരിക, നമ്മുടെ മുന്നിൽ കൂടെ നല്ല ബസ്സൊക്കെ ഇങ്ങനെ ഓടി വരിക, നല്ല സ്പീഡിൽ വരുമ്പോഴും നമ്മൾ സ്മൂത്തായിട്ട് വണ്ടി ഇങ്ങനെ ഓടിക്കുകയാണ്. ആ പേടി ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് ഈ വിഷ്വലൈസേഷനിലൂടെ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റിയൽ ലൈഫിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പ്രയാസം ഉണ്ടാവില്ല. അത്രയും പെർഫെക്റ്റാണ് വിഷ്വലൈസേഷൻ. അതുപോലെ ഒരു മെൻ്റൽ മൂവി കാണുന്നത് പോലെ നമുക്ക് കാണാം. ഓക്കെ, എവിടെ നിന്നാണ് നമുക്ക് ഈ കഴിവ് കിട്ടുന്നത് വെച്ചാൽ നമ്മുടെ ന്യൂറൽ പാത്വേ റെക്റ്റിക്കുലർ ആക്ടിവിറ്റി പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പുതിയൊരു ന്യൂറൽ പാത്വേ ഫോം ചെയ്ത് റെക്റ്റിക്കുലർ ആക്ടിവിറ്റി പ്രിപ്പയർ ചെയ്യും. സെൽഫ് എസ്റ്റീം വർദ്ധിക്കും. എങ്ങനെ നമുക്ക് സ്വയം റെസ്പെക്റ്റ് ചെയ്യാം എന്നൊക്കെ സ്വയം നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുക, നമ്മെ തന്നെ. അതായത് നമ്മൾ എവിടെയും പോകുമ്പോൾ ആളുകൾ നമ്മെ ബഹുമാനിക്കുന്നതായിട്ടൊക്കെ നമ്മളൊന്ന് മനക്കണ്ണുകൊണ്ട് കാണുക. അപ്പം നിരന്തരം കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെയുള്ളൊരു അവസരം നമ്മുടെ ലൈഫിലേക്ക് വരും. എന്തിനാണോ, ഇത് കാര്യത്തിനാണോ എന്നൊന്നും അറിയില്ല, പക്ഷേ നമുക്ക് ഒരവസരം വരും. എവിടെ പോയാൽ ആളുകൾ നമ്മൾ തിരിച്ചറിയുക, ഇതൊക്കെ ഒരു പവർ. എ മെൻ്റൽ മൂവ് ഓഫ് ഫ്യൂച്ചർ ലൈഫ്. ഈ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഇൻവോൾവ് ചെയ്യണം. കാണുക, കേൾക്കുക, ടച്ച് ചെയ്യുക, സ്മെല്ല് ചെയ്യുക എല്ലാം വേണം. ഇൻറ്റൻസ് പോസിറ്റീവ് ഇമോഷൻസ്, നടന്നു കഴിഞ്ഞാലുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെയായിരിക്കും വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. അത് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും നമുക്ക്, അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളെല്ലാം നമ്മൾ ഇതിൽ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ നല്ലൊരു ട്രെയിനർ ആകാനുള്ള വിഷ്വലൈസേഷനാണ് ഇപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പാത്തിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ വിഷ്വലൈസേഷൻ ആ രീതിയിലാവുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, നമുക്കത് ചെയ്യാനുള്ള കഴിവും ഒക്കെ നമ്മളെ ബ്രെയിൻ തന്നെ സൃഷ്ടിക്കും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മളത് കിട്ടി എന്നുള്ള ലെവലിൽ ആ സന്തോഷം മനസ്സിലേക്ക് കൊണ്ടുവന്ന് വിഷൻ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ഉറപ്പായും വിഷ്വലൈസേഷൻ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമ്മുടെ ലൈഫിൽ നടന്നിരിക്കുക തന്നെ ചെയ്യും. എന്താണ് വേണ്ടത്? ദിവസം 2 നേരമെങ്കിലും നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യണം, നിർബന്ധമാണ്. എന്താണ് നിങ്ങൾക്ക് ആവശ്യം, വാട്ട് യു വാണ്ട്, എന്താണ് വേണ്ടത്, ആ കാര്യം 2 നേരം നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഇമാജിനേഷൻ വലിച്ചു നീട്ടണം. ഇമാജിനേഷൻ ഒരു സിനിമാ കഥ പോലെ, സിനിമയിൽ നമ്മൾ ഒരു സിനിമ കാണുന്നത് പോലെ നമ്മൾ നമ്മുടെ ജീവിതം വിഷ്വലൈസേഷൻ ചെയ്ത് കാണുക. എന്ത് രസമാണല്ലേ! നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തി, നമ്മൾ അത്രയും സന്തോഷത്തോടെ നമ്മളത് കാണുക. അപ്പോൾ ദിവസം 2 നേരം വിഷ്വലൈസേഷൻ ചെയ്യുക. അതുപോലെ അഫർമേഷൻ ഡെയിലി കൊടുക്കുക. അതുപോലെ ഇതെല്ലാം ചെയ്യുന്ന ഇടയ്ക്ക് നിങ്ങൾ ഈ വേദനാജനകമായ സിനിമകൾ, ഹൊറർ മൂവീസ് അങ്ങനെ കാണാനൊക്കെ ടെൻഡൻസി ഉണ്ടാവും.
നമ്മൾ വിചാരിക്കും ജസ്റ്റ് ഒന്ന് കണ്ടാലിപ്പോൾ എന്താ കുഴപ്പമൊന്നും ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്നില്ല, പക്ഷേ ഉള്ളിലേക്ക് അത് എത്തും. കാരണം മൈൻഡാണ് എല്ലാം, മനസ്സിലൂടെയാണ് നമ്മളെല്ലാം സാധിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളറിയാതെ നിങ്ങൾ ആ ഒരു ഗോൾ ലക്ഷ്യം നേടുന്നത് വരേക്കും ഇതൊക്കെ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ അതേപോലെ എൻ്റെ റിസൾട്ട്, വിഷ്വലൈസേഷൻ ചെയ്യേണ്ട എൻ്റെ റിസൾട്ട് എപ്പോഴും എന്തായിരിക്കണം, ഫീൽ ചെയ്യണം. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മളത് ഫീൽ ചെയ്ത്, ആ സിറ്റുവേഷൻ ഫീൽ ചെയ്ത് ഉറക്കത്തിലേക്ക് പോവുക. ഇപ്പോൾ 100 കോടി കിട്ടി, അതിങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, എനിക്ക് ആ കാറ് വാങ്ങണം, എനിക്ക് ഈ വീടുണ്ടാക്കണം, എനിക്ക് അങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമ്മുടെ മൈൻഡിലുണ്ടാവും. ഒരു 100 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും, അത് ആ സിറ്റുവേഷൻ ഫീൽ ചെയ്തുകൊണ്ട് ഉറക്കത്തിലേക്ക് പോവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊരു വീടാണെങ്കിൽ ആ വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഓക്കെ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അത് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അതൊന്ന് വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് ഉറക്കത്തിലേക്ക് പോവുക. സന്തോഷത്തോടു കൂടി ഉറങ്ങുക. അതിലിടയ്ക്ക് പറഞ്ഞ പോലെ എല്ലാത്തിനും വിട്ടു നിൽക്കണം. അതിന് സമയം എടുക്കും. അപ്പം അതായത് വേദനാജനകമായ, വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, അങ്ങനത്തെ കാണുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കുറച്ച് ബാക്കോട്ട് പോകും. അത് എനിക്കൊരു അനുഭവം ഉള്ളതാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഫോട്ടോ വെച്ച് വിഷ്വലൈസേഷൻ ചെയ്യാം. അതാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. വിഷൻ ബോർഡ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നാണ് ലോട്രേഷൻ്റെ ബേസിക് കോഴ്സിൽ ഇതിലൂടെ തരുന്നതാണ്. അതിൽ ഞാൻ കറക്റ്റ് പറഞ്ഞുതരും. ഓക്കെ, സൗണ്ട് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, വിഷ്വലൈസേഷൻ ചെയ്യാം. നമ്മുടെ ഇമോഷൻസ് വെച്ച് വിഷ്വലൈസേഷൻ ചെയ്യാം. അതായത് ഇപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവരാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, ഒരു കുഞ്ഞിനെ കിട്ടുന്നതായിട്ടും കുഞ്ഞിനെ ലാളിക്കുന്നതായിട്ടും കുഞ്ഞിന് നമ്മൾ മുത്തം കൊടുക്കുന്നതായിട്ടും അത് നമ്മെ ഉമ്മ വയ്ക്കുന്നതായിട്ടും ഒക്കെ നമ്മളിങ്ങനെ ഡെയിലി കൊടുത്തു കൊടുക്കുക. ഓക്കെ, അടുത്തത് ചേഞ്ച് യുവർ സെൽഫ്. ഈ വിഷ്വലൈസേഷനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഡ്രൈവർ ആകാൻ വേണ്ടി, നല്ലൊരു ഡ്രൈവർ ആകാൻ വേണ്ടി വിഷ്വലൈസേഷൻ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് നേക്കാണ്. അതായത് ന്യൂറോ അസോസിയേറ്റ് കണ്ടീഷനിങ് ആണ് സംഭവിക്കുന്നത്. അതായത് ഡ്രൈവർ ആകാൻ പറ്റിയ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അത് ആ ഒരു ഇതിലേക്ക് ബ്രെയിൻ മാറ്റിക്കൊണ്ടിരിക്കും നമ്മളെ. നല്ലൊരു ഡ്രൈവർ ആവാൻ വേണ്ടി വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയിലേക്ക് മാറും. അപ്പോൾ ഇപ്പോൾ നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്കത് റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ കാലൊടിഞ്ഞ് കിടക്കുന്ന ഒരു വ്യക്തി എണീച്ച് നടക്കുന്നതായിട്ട് വിഷ്വലൈസേഷൻ കൊടുക്കുക നിരന്തരം. അതിങ്ങനെ കണ്ട് NAC അവിടെ വർദ്ധിക്കും. ഓക്കെ, അപ്പോൾ ഒരു നടക്കുന്ന ആ വ്യക്തി, അതായത് കാലൊടിഞ്ഞ് കിടക്കുന്ന വ്യക്തി നടക്കുന്നതായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ ആ നടക്കുന്ന രൂപത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പുതിയൊരു ന്യൂറോൺസ് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വിഷ്വലൈസേഷൻ നമ്മൾ എന്നും ദിവസത്തിൽ 2 നേരം വിഷ്വലൈസേഷൻ ഡെയിലി കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കാഴ്ച രൂപേണ കൊടുക്കാം, നമുക്ക് മെഡിറ്റേഷനിലൂടെ നമുക്ക് കൊടുക്കാം, സൗണ്ടിലൂടെ കൊടുക്കാം, പാട്ടിലൂടെ കൊടുക്കാം, പ്രെയറിലൂടെ ഒക്കെ കൊടുക്കാം. ഓക്കെ, വെറുതെ ഇരുന്ന് ഒരു മ്യൂസിക് വെച്ച് നമുക്ക് വിഷ്വലൈസേഷൻ കൊടുക്കാം. പാട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു നല്ല അടിപൊളി പാട്ട് വെച്ചുകൊണ്ട് വിഷ്വലൈസേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ആ ഒരു NAC ന്യൂറോ അസോസിയേറ്റ് കണ്ടീഷന് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പുതിയൊരു ന്യൂറോൺ തന്നെ രൂപപ്പെടും ബ്രെയിനിൽ. ഓക്കെ, നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ബില്യണയർ ആവാനോ, ജോലി കിട്ടാനോ, കാറ്, നല്ലൊരു വീട് ഉണ്ടാക്കാനോ, നമ്മളെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനോ, ബെസ്റ്റ് റിലേഷൻഷിപ്പ് ആക്കിയെടുക്കാനോ, അതുപോലെ ഹെൽത്തിന് വേണ്ടിയിട്ടാണോ വിഷ്വലൈസേഷൻ ചെയ്യുന്നത്? ഓക്കെ, ഇതെല്ലാം അതിഭയങ്കരമായ വിജയങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതെല്ലാം നമുക്ക് വിഷ്വലൈസേഷനിലൂടെ നേടിയെടുക്കാം. DVPBA നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ഗ്രേറ്റ് ഡ്രീം, കൃത്യമായ ഗോള് ഇതിന് വേണം. നമുക്ക് കൃത്യമായ ഗോള് വേണം. അത് പ്ലാൻ ചെയ്യണം, അത് സെറ്റ് ചെയ്യണം, പിന്നെ അതുപോലെ വിശ്വസിക്കണം. ഓക്കെ, നമുക്കത് ലഭിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം വേണം. നമുക്ക് പറ്റുന്ന ഗോൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മുടെ ഇമോഷൻസിൽ ആ ഫീല് കൊണ്ടുവരണം. ലഭിച്ചതായിട്ടുള്ള ഫീല് നമ്മൾ കൊണ്ടുവരണം. ഒരു മെഡിറ്റേഷൻ മോഡിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാവുന്നതാണ് ഏറ്റവും ഉത്തമം. ഒന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക, എന്നിട്ട് ആ ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക, എന്നിട്ട് 999 കാര്യങ്ങളുടെ നോ പറയുക. നിങ്ങളുടെ ബിസിനസ്സിൽ വൻ വിജയമാണ് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബാക്കി ആ ഒരു ബിസിനസ് എങ്ങനെയൊക്കെ ഉയർത്താം അതിന് വേണ്ടിയുള്ള വിഷ്വലൈസേഷൻ നന്നായി കൊടുത്തുകൊണ്ട് ബാക്കി 999 കാര്യങ്ങളും നോ 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 പറയുക. ഓക്കെ, പ്രാർത്ഥിക്കുക. പിന്നെ വിഷ്വലൈസേഷൻ കൊടുക്കുന്ന സമയത്ത്
നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അഫർമേഷൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓട്ടോ സജഷനും അഫർമേഷനും നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണം. അതായത് അവിടെ ഒരു കോൺട്രഡിക്ഷൻ വരുവാൻ നിങ്ങൾ ഇടവരുത്തരുത്. കാരണം നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന സംഭവം നമ്മുടെ മൈൻഡിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ അഫർമേഷൻ പറയുമ്പോൾ അതിന് ഒരു വിരുദ്ധമായി വന്നിട്ടുണ്ടെങ്കിൽ അതവിടെ നടക്കില്ല. അതാണ് പലരും പറയുന്നത് മാനിഫെസ്റ്റേഷൻ ഒന്നും നടക്കുന്നില്ല, എന്തെല്ലാം അഫർമേഷൻ പറയുന്നു ഒന്നും റെഡി ആകുന്നില്ല എന്ന് പറയുന്ന കാര്യം അതാണ്. നമ്മൾ കൊടുക്കുന്ന സജഷൻ, മൈൻഡിന് കൊടുക്കുന്ന സജഷൻ വേറെ ആകുമ്പോൾ രണ്ടും തമ്മിൽ അവിടെ ഒരു എന്താ വിരുദ്ധമായിട്ട് നടക്കും. അതുകൊണ്ടാണ് റെഡി ആവാത്തത്. ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ അഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ എന്തെങ്കിലും വിഷമമുള്ള സിറ്റുവേഷൻസിലേക്ക് കൂടുതൽ മനസ്സിനെ കൊണ്ടുപോവാതിരിക്കുക. കഴിയുന്നതും ന്യൂസുകൾ, നെഗറ്റീവ് സിറ്റുവേഷൻസ്, ന്യൂസുകൾ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, അതായത് വേദന ഉളവാക്കുന്ന ന്യൂസുകൾ, പത്രം വായിക്കുമ്പോൾ അതിലുണ്ടാകും കുറേ ന്യൂസുകൾ, അങ്ങനെ ഓരോ സംഭവം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാവും പല കാര്യങ്ങളും. ഇപ്പോൾ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിക്കും, അതൊന്നൊക്കെ നിങ്ങൾ വിട്ടു നിൽക്കുക. കാരണം നിങ്ങളൊരു ഭാഗത്തുനിന്ന് അഫർമേഷൻ പറയുക, അതിനുവേണ്ടി വിഷ്വലൈസേഷൻ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത് നിങ്ങളെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഗോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുന്ന കാര്യവുമായി മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ നിങ്ങളുടെ മനസ്സിലേക്ക് അതങ്ങ് വന്നുകൊള്ളുകയും നിങ്ങളുടെ കാര്യം അവിടെ നടക്കുകയും ചെയ്യും. റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റും നമുക്ക്. ഓക്കെ.